ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മാവൊന്നും കുഴച്ച് പരത്താതെ മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയൊന്ന് വാട്ടിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വാട്ടിയെടുക്കണ്ട. നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിനൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മസാല തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു 3 മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒരു മുട്ട 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മുട്ടയൊന്നും ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ടയൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് പാലൊന്നും വേണ്ട, 3-4 ടേബിൾ സ്പൂൺ അളവിൽ പാൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡാണ് വേണ്ടത്. ഇപ്പോൾ പൊടിഞ്ഞു പോകുന്ന സൈസിലുള്ള ബ്രെഡാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ സൈഡ് ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ 4 ഭാഗവും നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കാം. ബ്രെഡൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് മാത്രമേ വെക്കാവുള്ളൂ, ഒരുപാടങ്ങ് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലൊന്ന് കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഭാഗം ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടും. അഥവാ ഒട്ടുന്നില്ല എങ്കിൽ മാത്രം കുറച്ച് മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതിപ്പം ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ കോൺഫ്ലെക്സിലൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിപ്പം ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സൈഡ് ഒന്നായി വരുന്ന സമയം ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലൊന്ന് കളർ മാറി വരുന്ന സമയം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിനുള്ളിലെ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്